ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. സന്തോഷമുള്ളവർ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് അറിയാവുന്നൊരു ഗാനം ചേർന്ന് പാടിയ ദൈവത്തെ ആരാധിക്കാം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം. വിശ്വാസക്കാച്ചുവടയിലത്രേ തന്നിടും നീ സ്വർഗഭണ്ഡാരത്തിൽ നീനും മുട്ടില്ലാതെ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയിലെല്ലാം സാധ്യം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യമില്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബദ്ധം ചെയ്തു. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ടായി യേശു എനിക്കുള്ളതാനന്ദം എനിക്കെന്താനന്ദം
ആരും സംരക്ഷിക്കുമെന്നുള്ള ഭീതി എനിക്കില്ല. ആരും സഹായിക്കും, ആരും സംരക്ഷിക്കുമെന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാർവിൽ. എത്തും സഹായം അതത്ഭുതമാം ഗീതം തൊട്ടു സുഖപ്പെടുത്തുമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. ക്രിസ്തീയ ജീവിതം മഹാത്മ്യം കണ്ടവൻ ക്രിസ്തനെ വിട്ടുപോയിടുമോ? ഓ ക്രിസ്തീയ ജീവിതം മഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിന് വ്യക്തനായി തീരുന്നതെന്തിന്? ഓ സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിന് വ്യക്തനായി തീരുന്നതെന്തിന്? കർത്തനാമേശുവോടൊത്തു വസിക്കുവാൻ നിത്യാനന്ദം ലഭ്യമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദോ എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം എന്തു സന്തോഷമാ പുതുജീവിതം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം എന്തു സന്തോഷമാ പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല ഈ ജീവിതാരംഭം വിശ്വാസക്കാഴ്ചവഴിയത്രേ. തന്നിടുന്നേ സുഖഭണ്ഡാരത്തിൽ ഇന്നു മുന്നീനും മുട്ടിയാതെ ഒന്നും. ഒന്നും കണ്ടിട്ടല്ല ഈ ജീവിതാരംഭം വിശ്വാസ
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിരുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിയിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ അന്ധകാരം പോലെ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം പോലെ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. 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 ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നിത്യനല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. നിത്യനല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ.
നാളുകൾ നീങ്ങിപ്പോയിടുമ്പോ ലോകക്കാരെല്ലാരും കൈവേടിടുമ്പോ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണേ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസേഫിൻ ദൈവമേ കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട യോശുവ ദേവദാസന് പാസ്റ്റർ ജെറിൻ, പുറകിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പാസ്റ്റർ, സഭയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ കർത്താവിനെ ആരാധിക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ ഒരുക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മളെ എവിടെവിടങ്ങളായി സൂക്ഷിക്കാനിടയായല്ലോ. കർത്താവിൻ്റെ വലിയ കൃപയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും നമ്മുടെ കൂടെ ഇരിപ്പാനാണ്. പലരും രോഗികളായും ക്ഷീണങ്ങളാലും ഭാരപ്പെടുമ്പോൾ കർത്താവിൻ്റെ വചനം അയച്ചവർ ദൈവം സൗഖ്യമാക്കട്ടെ. സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടി ആരാധിച്ചപ്പോൾ ആ ഗാനം നമുക്ക് വളരെ ആശ്വാസവും സന്തോഷകരമായിരുന്നു. സ്തോത്രം. സ്വന്തം സഹോദരങ്ങളെ തള്ളിക്കളഞ്ഞാലും ദൈവത്തിൻ്റെ വലിയ കൃപ യോസഫിൻ്റെ കൂടെ ഇരിക്കാനിടയാണ്. സ്തോത്രം. ലോകക്കാരും ബന്ധുക്കളും നമ്മളെ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. എത്ര പേര് സന്തോഷത്തോടെ ഹല്ലേലൂയ പറയും. സ്തോത്രം. ഈ പാട്ടുകാരൻ അങ്ങനെ എഴുതാൻ കാരണം ഓരോ പാട്ടുകാരും ഓരോ പാട്ട് എഴുതുന്നത് അത് അവരുടെ അനുഭവമാണല്ലോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പാട്ട് നമ്മൾ പാടിയ പാട്ടും അദ്ദേഹത്തിൻ്റെ യോസഫിൻ്റെ അനുഭവത്തോട് ചേർന്ന് അദ്ദേഹം എഴുതുമ്പോഴും ആ എഴുതുന്നവർക്കൊരു അനുഭവം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഒരു വലിയ വിടുതലിന് വേണ്ടി ഓരോ വിശുദ്ധ ഞായറാഴ്ചകളിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ദൈവജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ മഹാദൈവം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. എത്ര നിരാശകളും ഭാരങ്ങളും ജീവിതത്തിൽ തിരമാലകൾ പോലെ ഓളമടിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുവാനിടയാണ്. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുവാനിടയാണ്. കണ്ടു, അങ്ങനെ തന്നെ അദ്ദേഹം യോസഫിൻ്റെ ജീവിതം നമുക്കറിയാം. അത്രമാത്രം പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ആ യോസഫിൻ്റെ കൂടെ ദൈവ സാന്നിധ്യം കൂടെ ഇരിപ്പാനിടയാണ്. യോസഫിൻ്റെ ദൈവമാണ് നമ്മളുടെ ദൈവം. സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. എലിയാവിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഓരോ ഭക്തന്മാർക്കും ഓരോ അനുഭവങ്ങൾ കൂടെ കട്ടത് കൂടെ പോകുമ്പോൾ അവർ നടത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. മനുഷ്യൻ്റെ ശബ്ദങ്ങൾ പലപ്പോഴും മുറിവേൽപ്പിക്കുമ്പോൾ, മനുഷ്യൻ്റെ മുഖവും നോട്ടവും നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ, നമ്മളെ ഭാരപ്പെടുത്തുമ്പോൾ, ഇത് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു, അവങ്കലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരുവന്റെ മുഖമാണ്. അത് നമ്മുടെ കർത്താവിൻ്റെ മുഖമാണ്. സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്. സ്തോത്രം. നമ്മുടെ അക്ഷരികമായ കണ്ണുകൊണ്ട് നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഇരിക്കുന്നവരെ കാണുന്നെങ്കിലും അകത്തെ ആത്മീക മനുഷ്യൻ
ഒരു ആത്മീക ദേവദാസൻ, ഒരു സഹോദരൻ സഹോദരി അകത്തെ കണ്ണുകൊണ്ട് ഹല്ലേലൂയ നോക്കുന്ന ഒരു ഹല്ലേലൂയ കാലിയ വ്യക്തിയുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ നിങ്ങൾ അകക്കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ക്ഷീണത്തെ, നിങ്ങളുടെ നിരാശകളെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ അസ്വസ്ഥതകളെ മാറ്റുവാൻ, നിങ്ങളുടെ രോഗക്ഷീണങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ, നിങ്ങളുടെ രോഗങ്ങളെ ക്ഷീണങ്ങളെ മാറ്റുവാൻ, പലവിധമായ പിരിമുറുക്കങ്ങളാൽ ജീവനോളിലെ ഓരോ ദിവസങ്ങളായി തീരുമ്പോഴും ഇന്ന് പകൽക്കാലം ഇവിടെ വരുമ്പോൾ മാത്രമല്ല, നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ബൈക്കിനകത്തും കാറിനകത്തും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കുന്ന ഒരു ഹല്ലേലൂയ വ്യക്തിയുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവനെ നിങ്ങൾ നോക്കുന്നു, ഞാനും നിങ്ങൾ ഒരുപോലെ നോക്കുന്നുണ്ട്. ആ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തുവാനിടയാകും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സ്തോത്രം. ഇവിടെ ഇരിക്കുമ്പോൾ ഇവരെയൊക്കെ മുഖമുഖം കാണാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാവരും ഒരു ആത്മീക മനുഷ്യൻ കാണുന്ന അല്ലെങ്കിൽ നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് നമ്മുടെ ദൈവം. അങ്ങനെ നോക്കുന്നവർക്കായി, അങ്ങനെ നമുക്ക് നോക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ള ആ അസ്വസ്ഥതകളെല്ലാം മാറുവാനിടയാകും. സ്തോത്രം. ആത്മീക മനുഷ്യൻ ആത്മീകമായ കണ്ണുകൊണ്ട് ആ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വേഗത്തിൽ ഈ സങ്കീർത്തനങ്ങളിൽ നിന്നും ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ഷീണമുണ്ട്, മഞ്ഞക കൊണ്ട് ശബ്ദമൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പലരും രോഗികളും ക്ഷീണം ആണ്. എങ്കിലും കർത്താവ് നമ്മൾ ഇത്രത്തോളം വിലപ്പെടുത്തുവാനിടയായി. സ്തോത്രം. വേഗത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമുക്ക് ദൈവം തന്നു ആ സങ്കീർത്തനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ തുടർമാനമായി വായിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ 137 സങ്കീർത്തനമാണല്ലോ നമുക്ക് ദൈവം നൽകിയത്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനം പ്രവാസത്തിൽ ആ കാലഘട്ടങ്ങളിലായിരിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ്. പ്രവാസ ജീവിതത്തിലായിരുന്നപ്പോൾ എഴുതപ്പെട്ടൊരു സങ്കീർത്തനം കൂടെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അറിഞ്ഞതും അല്ലെങ്കിൽ നമ്മൾ വായിച്ചതും പഠിച്ചതും പോലെ ഇസ്രായേൽ ജനം അനേക കാലഘട്ടങ്ങളിൽ പ്രവാസ ജീവിതത്തിൽ അന്യ രാജ്യത്തിൽ അവർ താമസിക്കേണ്ടി വന്നു, അടിമകളായി അവർ ജീവിക്കേണ്ടി വന്നു. അത് എസ്രയുടെ കാലഘട്ടങ്ങളിലും നെഹമ്യാവിൻ്റെ കാലഘട്ടങ്ങളിലും മോശയുടെ കാലഘട്ടങ്ങളിലും ദാനിയേലിൻ്റെ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായി കാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളിൽ പല തവണകളായി ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണക്കേടിനാൽ അവരെ മറ്റു രാജ്യക്കാർ, ചെറിയ ചെറിയ രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങളും ഇവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഇവരെ അടിമകളായി കൊണ്ടുപോകുവാനിടയായി. അങ്ങനെ ഒരു പ്രവാസ സങ്കീർത്തനം കൂടെയാണ് ഈ 137 സങ്കീർത്തനം. ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ, നമ്മൾ വായിച്ചതും പഠിച്ചതും പോലെ അവർക്ക് പാട്ടുപാടാൻ കഴിയുന്നില്ല. അവിടെ കിന്നരങ്ങളെല്ലാം വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇനി എടുക്കുന്നൊന്നും അറിയത്തില്ല. അവിടെയുള്ള ആ പ്രദേശത്തോട് പറയുന്നത് നിങ്ങൾ പാട്ടുപാട്, സിയോൻ ഗീതം പാടാൻ പറയുന്നത് അവർക്ക് പാടാൻ പറ്റുന്നില്ല. കയ്പുനീർ നേരുന്ന ജീവിതമാണ് അവിടെ ജീവിതം. അവർ തന്നെ പറയുന്നുണ്ട്, ഈ അന്യദേശത്ത് അവർ പാർക്കുമ്പോൾ യെരൂശലേമിനെ ഞങ്ങൾ മറന്നാൽ ഞങ്ങളുടെ ഹല്ലേലൂയ വലം കൈ മറന്നു പോകട്ടെ, നഷ്ടപ്പെട്ടു പോകട്ടെ. ഞങ്ങളുടെ മുഖ്യ സന്തോഷം യെരൂശലേമിനെ മറന്ന് ഞങ്ങളുടെ മുഖ്യ സന്തോഷം നഷ്ടപ്പെട്ടു പോകട്ടെ. അങ്ങനെ യെരൂശലേമിനെ ഓർത്ത് കരയുന്ന ഒരു ഇസ്രായേൽ ജനത്തിൽ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, തൻ്റെ ഈ ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയത്തെ കുറിച്ച് കരയുന്നവരാണ്. അനവധി വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവർ അവരുടെ സ്വന്തം ജീവിതത്തെക്കാളും യെരൂശലേം ആലയത്തെക്കുറിച്ച് കാലഘട്ടങ്ങളായിട്ട് അവർ കരഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിയോൻ എന്ന് ഉദ്ദേശിച്ചത് യെരൂശലേം ദേവാലയത്തെ കുറിച്ചാണ്. യെരൂശലേം ദേവാലയത്തെ കുറിച്ച് കരയുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതൊരു പല ഘട്ടങ്ങളായിട്ട് അവർ കരഞ്ഞിട്ടുണ്ട്. നെഹമ്യാവ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുമ്പോഴും കരഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവര് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് എരിവുള്ളവരായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെരൂശലേം ദേവാലയത്തെ കുറിച്ചും അവിടെ ആലയത്തെ എന്തെങ്കിലും ഒരു കേടുപാട് വന്നു കഴിഞ്ഞാൽ അവർ വല്ലാതെ അവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർ കരുതുന്നത്. പിന്നെയോ യെരൂശലേം ദേവാലയം അവർക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ന് പകൽക്കാലം പുതിയ നിയമസഭയാകുന്ന
ആറാമത്തെ ആലയമാകുന്ന സഭയാകുന്ന ആലയത്തിലേക്ക് കടന്നു വന്ന ദൈവജനമേ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലയത്തിലേക്ക് പോകുമ്പോൾ ദാവീദിനോട് അവർ ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് ആലയത്തിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് രാജാവിന് വലിയ സന്തോഷമെന്ന് പറഞ്ഞത് സംഗീതവാക്യം എങ്ങനെയാണ്? അപ്പോൾ അവർക്ക് ആലയത്തിൽ പോകുന്നതും ആലയത്തിന്റെ എന്തെങ്കിലും പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഭാരവും ദുഃഖവും കണ്ണുനീരും തന്റെ ജനത്തിന് കാലങ്ങളായി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവാസ സങ്കീർത്തനത്തിൽ അവർക്ക് ഒത്തിരി ഞെരുക്കങ്ങളും കഷ്ടതകളും അവരുടെ ജീവിതത്തിൽ വന്നു പിടിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒത്തിരി ഞെരുക്കങ്ങളും കഷ്ടതകൾ കൂടെ കടന്നു പോകുന്ന ദൈവജനമേ, നമ്മളും പ്രവാസ ജീവിതത്തിലാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്ന അങ്ങനെയാണ് തന്റെ ലേഖനത്തിൽ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. സ്തോത്രം. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം ലേഖനത്തില് അതിന്റെ 2-ാം അധ്യായം 11-12 വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. പത്രോസിന്റെ ലേഖനമാണ്. അതിന്റെ 2-ാം അധ്യായം 11-12 വാക്യം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളുടെ ദുഷ്പ്രവർത്തിക്കാരെന്നതും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞു സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. കണ്ടോ, നമ്മൾ ഓരോരുത്തരും പ്രവാസികളുടെയാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശു തന്നെ പറഞ്ഞു, എന്റെ പൗരത്വമോ ഇവിടെയല്ല. സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പ്രവാസികൾ തന്നെയാണ്. അത് തന്നെയാണ് അപ്പോസ്തലനാകുന്ന പത്രോസോട് പറഞ്ഞത്. പരദേശികളും പ്രവാസികളുമായവര്, സ്വന്തം ദേശത്തല്ലാത്തവര് എല്ലാം പ്രവാസികളാണ്. നമുക്കറിയാവുന്നത്. അപ്പോൾ ഇന്ന് ജീവിക്കുന്ന നമ്മളും, സ്തോത്രം എന്ന് പറയുമ്പോൾ ഇതൊരു ആത്മീകമായ ചിന്തയാണ്. നമ്മൾ ഓരോരുത്തരും പ്രവാസികളാണ്. നമുക്ക് വേണ്ടി സ്വർഗം ഒരു നിത്യമായ സ്ഥലം ഒരുക്കുന്നു. അവിടെയാണ് നമ്മുടെ നിത്യവാസമെന്ന് നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ വാസം പ്രവാസ ജീവിതം തന്നെയാണ്. തന്റെ ഇസ്രായേൽ ജനത്തിന് ഒരു കാലഘട്ടം വരെയും പ്രവാസ ജീവിതത്തിലേക്ക് അവർ അടിമകളായി ജീവിക്കേണ്ടി വന്നു. അതിന്റെ അവസാനത്തെ വാക്യം, അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ 137 സങ്കീർത്തനമാണ്. ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുവാൻ സാധ്യവാൻ. സ്തോത്രം. ഇവിടെ ഇതാ കണ്ടോ, 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതിനെയാണ് ഇടിച്ചു കളവിൻ. അവരുടെ അടിസ്ഥാനം വരെ എന്ന് പറഞ്ഞാൽ അവരെ ആലയം മുഴുവനും ഇടിച്ചു കളയുവാൻ പറയുന്ന ഒരു ഏദോമിനെ നമുക്കിവിടെ കാണാൻ കഴിയും. വീണ്ടും നമ്മൾ വായിച്ചിങ്ങനെ 9-ാമത്തെ വാക്യത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവൻ. ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞിങ്ങനെയാണ്, ഏത് രാജ്യം സ്തോത്രം യുദ്ധത്തിൽ ജയിക്കുന്നു പോകും, ആ യുദ്ധത്തിൽ ജയിക്കുന്നവര് ഏത് രാജ്യമാകട്ടെ ആ രാജ്യക്കാർ ആ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ അവിടെയുള്ള വെള്ളിയും പൊന്നും വിശേഷ വസ്ത്രങ്ങളും കന്നുകാലികളെല്ലാം രത്നങ്ങളും അവർ അപഹരിക്കും. എന്നിട്ട് അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ, നല്ല രാജകീയമായ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ അവർ പിടിച്ചുകൊണ്ടുപോകും അവിടെ ജോലി ചെയ്യിക്കാൻ. തീരെ മോശപ്പെട്ട കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ വടി കൊണ്ട് അടിച്ചു കൊല്ലുന്ന ഒരു കാലഘട്ടം പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിച്ചു കണ്ടോ? അതൊന്നോട് വായിച്ച നമ്മളെ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ, ഒരു കാലഘട്ടത്തിൽ ഏത് ചെറിയ രാജ്യം യുദ്ധത്തിൽ ജയിച്ചാലും ആ ജയിക്കുന്ന രാജ്യക്കാർ ചെയ്യുന്ന അവിടുത്തെ എല്ലാം കൊള്ളയടിക്കുക മാത്രമല്ല, കുഞ്ഞുങ്ങളെ പാറയിൽ അടിച്ചു കൊല്ലും. അതിനുശേഷം അല്ലെങ്കിൽ വടി കൊണ്ട് അടിച്ചു കൊല്ലും. 2 വാക്യം വായിച്ചാട്ടെ, എന്നിട്ട് ഞാൻ വേഗത്തിൽ നിർത്താം. സ്തോത്രം. യെശയ്യാ പ്രവചന പുസ്തകം 13-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ.
കണ്ടുകിട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും, പിടിപെടുന്നവനെയൊക്കെയും വാളാൽ വീഴും. അവർ കാണുക അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്ത് കളയും, അവരുടെ വീടുകളെ കൊള്ളയിടും, അവരുടെ ഭാര്യമാരെ അപമാനിക്കും. ഞാൻ മേതുരെ അവർക്ക് വിരോധമായി ഉണർത്തും. ഇനി 2 രാജാക്കന്മാരുടെ പുസ്തകം 8-12 വാക്യം. ഞാൻ ചെറിയൊരു ക്ഷീണം ഉള്ളതോടെ പതുക്കെ നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിറയണമേ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-12. യജമാനൻ കരയുന്നത് എന്തോ എന്ന് ഹാസയെ ചോദിച്ചതിന് അവൻ, നീ ഇസ്രായേൽ മക്കളോട് ചെയ്യുവാനിരിക്കുന്ന ദോഷം ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ നീ അവരുടെ ദുർഗങ്ങളെ തീയിട്ട് ചുടുകയും അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ചരിത്രം. ഏതൊരു രാജ്യം ജയിക്കുന്നുവോ ആ രാജ്യക്കാര് കുഞ്ഞുങ്ങളെ കുത്തിക്കൊല്ലും, കുഞ്ഞുങ്ങളെ അടിച്ചു കൊല്ലും, വീടുകളെ കൊള്ളയടിക്കും, കൂടാരങ്ങളെ തീയിടും, ഗർഭിണികളെ പിളർക്കും, യൗവനക്കാരെ കൊന്നുകളയും, അവിടത്തെ സഹോദരിമാരെ ഭാര്യമാരെ ആ പരസ്യ കൊലമായിട്ട് അവരെ അപമാനിക്കും. അതിക്രൂരമായ അതിപൈശാചികമായ പ്രവൃത്തികൾ ഏതൊരു രാജ്യക്കാർ ജയിക്കുമോ അവരന്ന് ചെയ്യുമായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ മോശപ്പെട്ട ബലഹീനരാകുന്ന കുഞ്ഞുങ്ങളെയൊന്നും ഇവർ അടിമകളായിട്ട് കൊണ്ടുപോകത്തില്ല. എന്നാൽ രാജകുടുംബത്തിലുള്ള ദാനിയേൽ ഉൾപ്പെടെയുള്ളവരൊക്കെ ബാബേൽ സാമ്രാജ്യക്കാർ കൊണ്ടുപോയത് നമ്മൾ കാണുന്നുണ്ട്. കണ്ടു, ഇവിടെ 137 സംഘത്തിൽ വായിച്ചിങ്ങനെയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊന്നവരെ തിരിച്ചവരെ അതിലെ പാറമേൽ അടിച്ചു കൊല്ലുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കാലഘട്ടത്തിൽ പാറമേൽ അടിച്ചു കൊന്നു, ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ അതുപോലെ തന്നെ ചെയ്യണമേ എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പ്രവാസ ജീവിതത്തിൽ പാട്ടുകൾ പാടാൻ കഴിയാതെ സംഗീത ഉപകരണങ്ങൾ മുഴുവനും ഈ വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട് സന്തോഷിക്കുവാനും ആനന്ദിക്കാനും കഴിയാതിരിക്കുമ്പോഴും ഈ ഭക്തന്മാർ പറയുന്നത് എങ്ങനെയാണ്? അവരോട് തിരിച്ചു ചെയ്യണമേ. ആരാണ് ഈ ഏദോമ്യർ എന്ന് ചോദിച്ചാൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 36 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ആരാണ് ഈ ഏദോമ്യർ എന്ന് പറയുന്നത് ആളെന്ന്. പെട്ടെന്ന് വായിച്ചാട്ടെ. ഏദോം എന്ന ഏശാവിന്റെ വംശ പാരമ്പര്യമാവിത്. മതി. ഇനി അതിന്റെ 9 വാക്യമാണെന്ന് ഒന്ന് വായിച്ചാട്ടെ. സേർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശ ഏശാവിനെ അറിയപ്പെടുന്നത് ഏദോം എന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ പേര് അറിയപ്പെടുന്നത് ഏശാവ് അല്ലെങ്കിൽ ഏദോം അല്ലെങ്കിൽ ഏദോമ്യർ. ഏദോമ്യർ എന്നത് ഏശാവാണ്. ഏശാവിന്റെ സന്തതികളാണ് ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയ രാജ്യങ്ങളായി അവർ വസിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ ഗർഭിണികളെ പിളർന്നു കൊല്ലുകയും അവരെ അപമാനിക്കുകയും കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുകയും അവരെ കുത്തിക്കൊല്ലുകയും ചെയ്ത ഒരു ഏദോമ്യ ശക്തി അന്നുണ്ടായിരുന്നു. ഇന്നു പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഏദോമ്യ ശക്തികൾ നമ്മളെ പാട്ടുപാടി ആരാധിക്കാൻ കഴിയാതെ നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുമ്പോൾ ഏദോമിനെ എന്നേക്കുമായി തകർത്തു കളയുന്ന ഒരു മഹാദൈവം നമ്മുടെ കൂടെയുള്ളതിനാൽ എത്ര പേര് സന്തോഷത്തെ ദൈവത്തെ സ്തുതിക്കും. എന്നും നിനക്ക് പ്രവാസ ജീവിതമല്ല. നിന്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊന്നാലും ഗർഭിണികളെ പിളർന്നാലും അവർ സന്തോഷിച്ചാലും ഞാൻ പറയുന്നു, ഇതാ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് നിനക്കൊരു അനുഗ്രഹത്തിന്റെ ജീവിതമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഇസ്രായേൽ ജനം എന്നും പ്രവാസ ജീവിതത്തിലല്ല, അവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു ഇസ്രായേലിന്റെ ദൈവമുണ്ട്. ആ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു പകൽക്കാലം നീ പാടും, നിന്റെ കിന്നരങ്ങൾ നീ എടുക്കും. നീ അന്യദേശത്ത് നിനക്ക് പാടാൻ കഴിയാതിരിക്കുമ്പോഴും ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ചില ഏദോമ്യ ശക്തികൾ നിനക്ക് പാടാൻ കഴിയാതെ ആരാധിക്കാൻ കഴിയാതെ നിന്റെ അതിലെ സംഗീത ഉപകരണങ്ങള് വൃക്ഷത്തിൽ തൂക്കിയിടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കിന്നരത്തിൽ നീ അതിലെ കിന്നരങ്ങൾ എടുക്കാം. തപ്പെടുത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദിവസത്തിനായി സ്തോത്രം ചെയ്യുകയാണെന്ന് പകൽക്കാലം യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എല്ലാ ദിവസവും
നിനക്ക് കണ്ണുനീരിൽ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ യെരൂശലേം ദേവാലയത്തെ അവർ തകർത്തു കളഞ്ഞു, അവർ കുപ്പക്കുന്നാക്കി. പക്ഷേ അവരുടെ ജീവിതം കയ്പ് നിറഞ്ഞ ജീവിതമാണ്. എങ്കിലും അവർക്ക് ഒരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം പ്രവാസത്തിലും പരദേശിയായി ജീവിക്കുന്ന പുതിയ നിയമസഭയെ നിങ്ങളെ നോക്കി ദൈവം പറയുന്നു, ഒരു ഈശ്വര ജനം പ്രവാസത്തിൽ ജീവിച്ചപ്പോൾ അവരെ പുറത്തു കൊണ്ടുവന്ന മഹാദൈവം ഇന്ന് പകൽക്കാലം ചിലരെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ നൃത്തം ചെയ്ത് ആരാധിക്കും, നിങ്ങൾ കിന്നരങ്ങൾ എടുക്കും, നിങ്ങൾക്ക് സന്തോഷിപ്പാൻ നമ്മൾ ഇടവരുത്തും. എന്നും പ്രവാസ ജീവിതമല്ല. സ്തോത്രം. അവർക്ക് പാടാനും പറ്റുന്നില്ല, കരയാനും പറ്റാത്തൊരു ജീവിതമായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ ഞാൻ പറയുന്നു, ഈ ദിവസങ്ങളായി നമ്മൾ പലതിനെ ചൊല്ലി കരയുന്നവരാണ്. എങ്കിലും തമ്പുരാൻ നമുക്ക് വഴി തുറക്കും. എന്നും നമുക്കൊരു പ്രവാസ ജീവിതമല്ല, നമ്മളെ മറുകര കടത്തുന്നൊരു മഹാദൈവം. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരും പ്രവാസ ജീവിതമാണ്. എന്നാൽ ഈ പ്രവാസ ജീവിതത്തിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന, വേദനയോട് ഭാരപ്പെടുന്നവരെ സ്വർഗം നിങ്ങളെ ഒരു നല്ല പ്രവാസ ജീവിതം മാറ്റി ഒരു നല്ല പാലും തേനും ഒഴുകുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവശക്തനായ ദൈവമാണ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ പാർക്കട്ടെ. ഒത്തിരി ഞെരുക്കങ്ങളും ഭാരങ്ങളും ഓരോ ദിവസം അനുഭവിക്കുന്നവരെ, ഒരു പ്രവാസ ജീവിതം പോലെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സ്വർഗം പറയുന്നു, നിന്റെ കിന്നരങ്ങൾ, നിന്റെ അരിലെ പാട്ടുകൾ നീ തുടർന്ന് നീ ആലപിക്കും. നിനക്ക് നല്ലൊരു അനുഭവം പരിശുദ്ധാത്മാവ് തരും. നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ പാറമേൽ അടിച്ചു കൊന്നുവെങ്കിലും തിരിച്ചു അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നൊരു മഹാദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ കൂടെയുണ്ട്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് തൻ്റെ ജനത്തെ ഞങ്ങൾ ഓരോരുത്തരെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും തൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ സന്തോഷം, ഒരു വലിയ കർത്താവെ പാട്ടുകൾ പാടി ആരാധിക്കുന്ന ഒരു വലിയ ആത്മീക സന്തോഷം ഞങ്ങൾ ഓരോ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മ പകരുന്നതിനായി സ്തോത്രം. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘരൂഢനായ അവൻ വരുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘരൂഢനായ അവൻ വരുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘരൂഢനായ അവൻ വരുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘരൂഢനായ അവൻ വരുമേ. പിടയുന്ന നാഥനെ കാണും, കഷ്ടദുരിതങ്ങളേറിടും നേരം ക്രൂശിൽ പിടയുന്ന നാഥനെ കാണും. രക്തം ധാര ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും.
രക്തം താനെ ചിന്തിയതെല്ലാം കണ്ണുനീരോടെ ഞാൻ നോക്കി നിൽക്കും. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിൽ എന്നെ വിട്ടുപോകും. സ്വന്തം ബന്ധുക്കൾ സ്നേഹിതരെല്ലാം കഷ്ടനാളിൽ എന്നെ വിട്ടുപോകും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെന്നെ എന്നും നടത്തും. സ്വന്തം പ്രാണനെ നൽകിയ ഇടയൻ കൈവിടാതെന്നെ എന്നും നടത്തും. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ കഷ്ടങ്ങളെല്ലാം മാറിയിടുമേ, എന്റെ ദുഃഖങ്ങളെല്ലാം തീർന്നിടുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. എന്റെ ദൈവം വാനിൽ വരുമേ, മേഘാരൂഢനായി അവൻ വരുമേ. കർത്താവിൻ്റെ പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ വിശുദ്ധ ദിവസം അല്പസമയം വചനവും സാക്ഷിയും കർത്താവ് ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായി കർത്താവിനെ ഞാൻ മഹത്വർപ്പിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ അധികാരസ്ഥാനങ്ങളിലിരിക്കുന്ന അതിദാസൻ പ്രിയ സഭാ പാഷ സ്വാമ പാഷ മറ്റു നമ്മുടെ ജോഷഫ് പാഷ യുവപ്രവാചകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എല്ലാ സഭയ്ക്ക് ഒരുമിച്ച് അതേ വന്ദനം പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തിരുവഴുത്ത് ഭാഗത്തു നിന്നൊരു വാക്യം വായിച്ച് ചില കാര്യങ്ങൾ വേദത്തിൽ വാക്കുകൾക്ക് ഇടപെടുവാൻ ദൈവം സഹായിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ 50-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സ്തോത്രം. യഹോവ തന്റെ ആയുധശാല തുറന്ന് തന്റെ ക്രോധത്തിന്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന് കൽദയ ദേശത്തൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. ചേർന്ന് രാമി പറയാം. ആമേൻ. അത് പ്രാർത്ഥിച്ച് തുടങ്ങുവാനായിട്ടൊരു സമയം എടുക്കുന്നില്ല. വചനത്തിലേക്ക് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വളരെ വേഗത്തിൽ ചില ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരിക്കൽ കൂടെ നിൽക്കുവാൻ ഞാൻ ഈ ബൈക്കിലിരിക്കുന്ന ചില പ്രയാസങ്ങൾ വേറെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിപ്പോകാനൊക്കെയാണ് ഞാൻ ഏറ്റവും ബൈക്കിലിരിക്കുന്നത്. എൻ്റെ ചിന്തയിൽ പെട്ടെന്ന് നൽകി തന്നൊരു തിരുവഴുത്ത് ഭാഗമാണ്. വേറെ 2 ഭാഗം കൂടെ ഉണ്ട്, എങ്കിലും ഇത് എൻ്റെ ചിന്തയിൽ ഉറപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധമായ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി കടന്നു പോകാൻ കർത്താവിടെ അങ്ങനെയായി പല ഇടങ്ങളിലും അനേക 21 ദിവസം വാസപ്രാർത്ഥനകൾ അനേക സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെ സ്വന്തം നാട്ടിൽ അപ്പച്ചൻ്റെ കുടുംബത്തിൽ നടക്കുന്ന 21 ആരിസ്യമാണ് പാലത്തിൽ നടക്കുന്നത്. റോയ് ഭാഷ പോയില്ലെന്ന് വിശ്വസിക്കുന്ന സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. സമയം കൊടുത്തിട്ടുണ്ട്. DS ഫിലിപ്പ് ഭാഷ കഴിഞ്ഞ ദിവസം ആരും തന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഒരു ദിവസം പോയി സൂക്ഷിച്ച് പോരുവാനായിട്ടിടയായ അനേക ദിവസങ്ങൾ കടന്നു പോകും. തുരുത്തക്കര ഒരു 21 അതുപോലെ നടക്കുന്നുണ്ട്. വാഴത്തോപ്പിൽ നടക്കുന്നുണ്ട്. അത് ആറ്റിങ്ങൽ തുടങ്ങുന്നു. സ്തോത്രം. ഇവിടെ എല്ലാം ഓരോ ദിവസങ്ങളും 2 ദിവസമൊക്കെ വെച്ചിട്ട് അത് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകുന്നു. അത് ദൈവമാത്രത്തിനായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. ദൈവം സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. സ്തോത്രം.
എല്ലാവരും ആരാധിച്ചും അതേ വരപ്പെടുവാനായിട്ടിടയായി. നമുക്ക് ശേഷം വചനത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഞാൻ ഒന്ന് ആത്മാവിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഒന്ന്, ഈ വിശുദ്ധ ദിവസം അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന, ഇനി കോട്ടേജ് മീറ്റിംഗ്, ഏത് പ്രാർത്ഥനയാണെങ്കിലും ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കുടുംബത്തിൻ്റെ, സഭയുടെ, കൂടിവരവിൽ വരുന്ന ജനത്തിൻ്റെ ഒരു ശക്തി പുതുക്കുന്നതായിരിക്കും പ്രാർത്ഥന. സ്തോത്രം. അത് ഉപവാസം അല്ലെങ്കിലും അത് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരുന്നൊരു ഭാഗം എൻ്റെ ചിന്തയിൽ വന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ലഭിച്ചെങ്കിൽ എളുപ്പമാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഈ പുറത്തെ നമ്മുടെ ഈ മനുഷ്യനെ ശക്തീകരിക്കേണ്ടതിനായിട്ട് രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കും, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. സ്തോത്രം. അടുത്തത് ഉച്ചയ്ക്കും നമ്മൾ എന്ത് ചെയ്യും? അതേ ഭക്ഷണം കഴിക്കും. സ്തോത്രം. അതിനുശേഷം വൈകിട്ട് കഴിക്കും. ഒത്താൽ 4 മണിക്കും കഴിക്കും. എന്നെ സംബന്ധിച്ച് എപ്പോൾ കിട്ടിയാലും കഴിക്കും. സ്തോത്രം. അങ്ങനെയാണ് എൻ്റെ രീതി. അങ്ങനെ എങ്ങനെ കഴിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത ദിവസം രാവിലെ ഒരു കൃത്യനിഷ്ഠ സമയമുണ്ട്. ആ സമയത്ത് നാം കഴിച്ചതിൻ്റെ വേസ്റ്റ് പുറത്തു പോകുന്നില്ല എങ്കിൽ ആമേൻ ഈ പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്താൻ ആമേൻ കഴിച്ച ഭക്ഷണം ഏതാണെങ്കിലും അതിൻ്റെ വേസ്റ്റ് പുറത്തു പോകുന്നില്ല എങ്കിൽ ഈ ശരീരത്തിന് ബലപ്പെടുത്താൻ കഴിച്ചത് അസ്വസ്ഥതയാകാൻ സാധ്യതയുണ്ട്. ഇന്ന് അതേ പകൽ ഞാൻ വിളിച്ചു പറയാം, ഈ പുറമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്താൻ കഴിക്കുന്ന ഭക്ഷണം അതേ പുറത്ത് അതിൻ്റെ കൃത്യ ടൈമിങ്ങളിൽ വേസ്റ്റ് പോയില്ല എങ്കിൽ എൻ്റെ ചിന്തയിൽ ആമേൻ ലേബർ ഓഫീസിൻ്റെ ആ റൂമിൻ്റെ മുമ്പിൽ സഹോദരിമാർ വയറുതിരുമ്മി അസ്വസ്ഥതപ്പെട്ട് നടക്കുന്നത് പോലെ ആമേൻ നമ്മളും നടക്കും. ഇന്നലെ കഴിച്ചത് വയറൊന്നും ഒഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ശരീരത്തിന് ഒരു സുഖവും ഇല്ലെന്ന്. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ആത്മീക വശത്തേക്ക് ഞാൻ വരാം. ആത്മീക വശത്ത് ഞാൻ അത് ചിന്തിച്ചപ്പോൾ ആമേൻ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ആമേൻ കൊടുക്കുന്ന ഒന്ന് ആമേൻ തിരുവെഴുത്താണ്. ആമേൻ രണ്ടാമത്തത് ആമേൻ ആരാധനയാണ്. മൂന്നാമത്തത് കണ്ണുനീരാണ്. ആമേൻ പ്രാർത്ഥനയാണ്. ഈ വക കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ അകത്തെ മനുഷ്യൻ ആമേൻ ചൂടാരവ സന്തനായി കരുത്തു പകരാനായിട്ടിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ആമേൻ. ഇനി അടുത്ത ചിന്ത എന്നെ ചിന്തിപ്പിച്ചത്, ആമേൻ ഈ അകത്തെ മനുഷ്യന് ശക്തി പകരാൻ കൊടുക്കുന്ന ഈ തിരുവെഴുത്ത്, ആമേൻ ഈ ആരാധന, ആമേൻ ഈ പ്രാർത്ഥനകൾ എല്ലാം ചെയ്യുമ്പോൾ തന്നെ അകത്തെ മനുഷ്യന്റെ ആമേൻ ആമേൻ ബലം പ്രാപിപ്പാൻ കഴിയാതെ അകത്ത് വ്യാപരിക്കുന്ന ആമേൻ ചില സംഗതികളുണ്ട്. അതാ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ ഏകദേശം താഴോട്ട് ആമേൻ ഏകദേശം 21 വരെ അത് വായിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ചില പട്ടിക കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാതെ പറയാൻ നിങ്ങൾക്കറിയാം, പിന്നെ ഞാൻ ഇനി ഏത് പറയണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തടയാതെ പോകത്തില്ല. ഏതെങ്കിലും ഒന്നും കൂടെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ ഈ വിശുദ്ധ പകൽക്കാലം അത് പടിയിറങ്ങുന്ന പകലാകണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തിറങ്ങണം. നിന്റെ അകത്തെ മനുഷ്യൻ നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിന്നെ രോഗിയാക്കി വെക്കുന്ന ശക്തികളുണ്ടല്ലോ, അവനെ പ്രതികരിക്കാൻ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ചിലത് പടിയിറങ്ങാൻ ഈ വിശുദ്ധ ദിവസം ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ജീസസ്. ആമേൻ. അപ്പോൾ ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. സ്തോത്രം. എനിക്കിപ്പം ചെറിയ ആഹാര നിയന്ത്രണമൊക്കെ ഡോക്ടർമാർ തന്നേക്കും. ഒന്നും നോക്കാതെ ഞാൻ പോകില്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ പോകും. സ്തോത്രം. എൻ്റെ ഈ 2 പല്ല് കേടായി പോയി, വളരെ പ്രശ്നമാണ്. അത് എടുത്തു കളയാനായിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. മേളിൽ പഴുത്ത്, മോണയൊക്കെ പഴുത്ത് 2 പല്ല് വെക്കുകയും വേണം. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇൻഫെക്ഷനായി പോയി, പഴുത്തു പോയി, അതുപോലെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പല്ല് എടുക്കുന്നതിന് മുമ്പ് ഷുഗറൊക്കെ ഒന്നുകൂടെ നോക്കണം, ബ്ലഡിനകത്ത് ഉണ്ടെന്ന് നോക്കണം. അങ്ങനെ ഒരു 3 മാസത്തേക്ക് എടുക്കണം. എല്ലാം എടുത്തു നോക്കിയപ്പോൾ ആഹാരം കഴിക്കാൻ വെക്കാതെ രീതിയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. സ്തോത്രം. എന്നോട് പറഞ്ഞു ഒരു 3 ചപ്പാത്തി. സ്തോത്രം.
കൂടി പോയ 3 ചപ്പാത്തി. സ്തോത്രം. അപ്പോൾ ഭക്ഷണം ചോറ് ഒരു അളവ് ഇങ്ങനെ നമ്മുടെ അരി കുറച്ചായോണ്ടാകുന്ന പണ്ടൊക്കെ ഒരു അളവുണ്ടായിരുന്നു. ഇങ്ങനെ അളന്നിട്ട് ചെത്തി അളക്കുക എന്ന് പറഞ്ഞ പോലെ ഒരു കപ്പിന് ചോറ് എടുത്തിട്ട് ചെത്തിട്ട് അവിയലും വേറെ പച്ചക്കറിയൊക്കെ ഇഷ്ടംപോലെ തിന്ന് വാഴപ്പിണ്ടി എത്ര ഉണ്ടെന്നുള്ളത് സ്വത്രം. പക്ഷേ അതൊക്കെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ചെന്നപ്പോൾ അവിടുത്തെ കട്ടപ്പനയിൽ ശുശ്രൂഷ ഭാരത ശുശ്രൂഷ കഴിയുമ്പോൾ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, പക്ഷേ ഭക്ഷണം വൈകിട്ട് ചപ്പാത്തിയാണോ മറ്റൊന്നാണോ ചോറാണോ കഴിയുന്നത്? ഞാൻ പറഞ്ഞു വൈകിട്ട് ചപ്പാത്തിയാണ്, എനിക്ക് അങ്ങനെ ഒരു ക്രമീകരണമുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു 10 ഉണ്ടാക്കണേ, 10 ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പുള്ളി സൂക്ഷിച്ച് നോക്കി ചിരിച്ചു, തമാശയാണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു അച്ഛാ തമാശല്ല, 10 ഉണ്ടാക്കണേ. സ്തോത്രം. ആമേൻ. അച്ഛൻ 10ന് 15 ഉണ്ടാക്കി വെച്ചു. സ്തോത്രം. ആമേൻ. എന്തായാലും ഏകദേശം 10 ഞാൻ കഴിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്തോത്രം. ഞാൻ എണ്ണത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു നടുക്ക് ഇങ്ങനെ പിടിച്ച് എടുക്കത്തേ ഉള്ളൂ, എത്ര എണ്ണം കയറുന്നോ അത്ര എടുക്കും. സ്വതം 2 പ്രാവശ്യം എടുക്കുകയും ചെയ്യുന്നു. അതിന് ചിലപ്പോൾ 6 വെച്ച് കയറുന്നുണ്ട്, ചിലപ്പോൾ 5 വെച്ച് കയറുന്നുണ്ട്. അത് മൊത്തം തീർത്ത് ഞാൻ പോകും. അപ്പോൾ ഈ പല്ലെടുത്തിട്ട് 2 വെക്കണം, 10,000 രൂപയാകുമെന്ന് പറഞ്ഞു. അത് അതിനേക്കാളും പ്രയാസം. 10,000 രൂപയ്ക്ക് 2 പല്ല് വെക്കണം. ഈ പല്ലുകളൊന്നും പൈസ കൊടുത്ത് കിട്ടിയതല്ല. സ്തോത്രം. അപ്പോൾ പലപ്പോഴൊക്കെ പണ്ട് അമ്മയൊക്കെ പറയുമായിരുന്നു പല്ല് കേൾക്കണം രാവിലെ എഴുന്നേറ്റ്, പിന്നെ ആന പല്ല് എത്ര തേക്കുന്നത് എന്നവർ നമ്മളെ കാണുമ്പോൾ എന്നൊക്കെ ചെയ്യും. ഇപ്പോൾ 2 പല്ല് വെക്കുന്നതിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു സെറ്റ് ചെയ്ത് വെക്കണോ അതോ ഇടയ്ക്ക് ഒരു വെള്ളത്തിൽ ഇടുന്ന സൈസ് വേണമെന്ന്. നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ അവിടെ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നമ്മുടെ ഒരു ഭാഷ കൊണ്ട് പ്രസംഗിച്ചപ്പോൾ ഹിന്ദി അന്യഭാഷ പറഞ്ഞപ്പോൾ ഒരു സാധനം ഇങ്ങനെ പോകുന്നതും കണ്ട് അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം ഭാഷകളാണ്. ഞാനത് പറയുന്നില്ല. ഭാഷ അതിൻ്റെ കൂടി ചെന്നാൽ എടുത്ത് വായിലോട്ടിട്ട് ഇങ്ങനെ ആക്കി പൊട്ടിയെങ്കിൽ. സ്തോത്രം. അപ്പം അതുപോലെ എനിക്കൊരു പേടിയാണ്. പെന്തക്കോസ്തുകാരുടെ യോഗത്തിനൊക്കെ ചിലപ്പോൾ മിക്കവാറും എല്ലാവരും വാതുറന്നിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യത്തിൽ ഈ പല്ലുവല്ലോ ചെന്ന് ഡൈവ് ചെയ്യുന്ന അവിടെ വീണെങ്കിൽ ഇവരങ്ങ് വിഴുങ്ങിയാൽ പിന്നെ എൻ്റെ കൊടുത്ത പൈസ നഷ്ടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തുവായാലും സെറ്റ് ചെയ്യുന്ന മക്കളും തുറച്ചു പോകരുത്, ഏത് അന്വേഷണം പറഞ്ഞാലും. സ്വതം. അപ്പം പുള്ളി ഇങ്ങനെ കുറച്ച് നിയന്ത്രണം തന്നു. 3 മാസത്തേക്ക് ഒരു നേരെ ചോറ് കഴിക്കാവും, അപ്പോൾ ബാക്കി ചപ്പാത്തിയോ റാഗിയോ പിന്നെ ഗോതമ്പ് പുട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ പരമാവധി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡിനകത്ത് ഒരു 5 പോയിൻ്റ് 3 മാസത്തെ എടുത്തപ്പോൾ അത് കൂടുതലാണെന്ന് പറഞ്ഞു. ഒരു 5 ആക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറിച്ചിട്ട് കരിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകുന്നു. അപ്പോൾ എന്താണെങ്കിലും ആമേൻ, അത് ദൈവഹിതം പോലെ നടക്കട്ടെ. സ്തോത്രം. ദൈവഹിതം പോലെ നടക്കട്ടെ. അത് ഞാൻ വിടുന്നു. അപ്പം ഞാൻ ഈ 10,000 രൂപക്കകത്തോട് പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുമോ? സ്തോത്രം. 10,000 ഒരുമിച്ച് ഒത്തുവരാൻ എനിക്ക് പ്രയാസമാണ്. ഒത്തുവരുമ്പോൾ ഈ ബാങ്കുകാർ ഇതങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകും. രണ്ട് ലോണുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസവും ഒരു 10,000 രൂപയ്ക്ക് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് ഇരുന്ന് ഭാരപ്പെട്ടു. ആരോട് ചോദിച്ചാലും എൻ്റെ കൂട്ടുകാർക്കൊന്നും തരാനില്ല. സ്തോത്രം. ആകപ്പാടെ 2,000 രൂപ തൊഴിൽഭാഷയിൽ നിന്ന് വാങ്ങിച്ച് ഇതുവരെ കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഒരു കടവും കിടപ്പുണ്ട്. സ്തോത്രം. അത് ഇവിടെ ഉള്ള കടം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കടകൾ. പക്ഷേ എനിക്കൊരു 10,000 രൂപ വേണം. ആരോട് ചോദിക്കണം? ദിവസങ്ങളങ്ങ് അടുത്ത് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു എനിക്ക് 10,000 രൂപ വേണമെങ്കിൽ ഭാരപ്പെടുന്നു. അവളോട് വന്ന് പ്രാർത്ഥിക്കാച്ചാൽ ഞങ്ങൾ അന്ന് ഹൃദയത്തിൽ ഒരു വേദനയോടൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുണ്ട്രായി കിടന്നൊരു മനുഷ്യൻ്റെ വെളിപ്പാട് കൊടുത്തു. PG വർഗീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ, ചില അത്ഭുതം ചെയ്തായിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ രാവിലെ ഞാൻ ഒരു മീറ്റിങ്ങിന് ഒരുങ്ങുമ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ബാബുമാത്യാണോ? ഞാൻ പറഞ്ഞു അതെ. ജോർജ് മാത്യു ഇവിടെ കിടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വല്ല നന്മ എൻ്റെ കൈ വന്ന് കയറരുത്, എൻ്റെ അങ്ങോട്ടും പോകരുത്, ഇല്ലയോ? അത്ര അദ്ദേഹത്തിന് കിട്ടണം. എൻ്റെ അപ്പോൾ പേര് ഇങ്ങനെ കിടക്കുക, മാത്യു എന്ന് കിടക്കുക. അപ്പോൾ ബാബുമാത്യാണോ? ഞാൻ പറഞ്ഞത് അതെ. ഏനാ താമസിക്കുന്ന ബാബുമാത്യു? ഞാൻ പറഞ്ഞത് അതെ. പാസ്റ്റർ എനിക്ക് കാണണം, അത്യാവശ്യം ഇന്ന് കണ്ടിട്ട് എങ്ങോട്ടും പോകാം. ഞാൻ പറഞ്ഞ ഒരു IPC-കാരുടെ സഭയിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നത് 12:30 ആകുമ്പോൾ തലകറങ്ങുന്നവരാ. നമ്മളും ഇവിടെ ഊണൊക്കെ നിർത്തിക്കൊണ്ട് 12:30 നിർത്തുക. സ്വതം. എങ്കിലും എനിക്ക് നേരത്തെ പോകണം. പുള്ളി പറഞ്ഞല്ല, ഞാൻ വന്ന് എന്നെ കണ്ടല്ലാതെ പാസ്റ്റർ പോകരുത്, ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെന്ന്. സ്തോത്രം. ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ വരികയാണ്, ഇവിടെ ഇറങ്ങും. അടയാളമൊക്കെ പറഞ്ഞു. എൻ്റെ അടയാളം ചോദിച്ചു. ഞാനും പറഞ്ഞു. ഞാനിത് പറയാൻ കാരണം പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന 10,000 രൂപയൊന്നും ഒന്നുമല്ല. ലക്ഷങ്ങളൊക്കെ ഈ കൈ നമ്മൾ വാങ്ങിച്ചല്ലേ ഉപയോഗിച്ച 10,000 ഒന്നുമല്ല. പക്ഷെ എങ്കിലും ചില സമയത്ത് 10,000 ചിലപ്പോൾ അങ്ങ് കോടിയായി പോകുകയെന്നോട് എനിക്കൊരു സംശയം. സ്വത്രം. പക്ഷേ അദ്ദേഹം അവിടെ വന്നിറങ്ങി എന്നെ കണ്ടു, പോക്കറ്റിൽ കൈയിട്ടു, എടുത്തു, ഒരു പൊതിയെടുത്ത് എൻ്റെ കയ്യിലോട്ട് അടിച്ച് വെച്ചിട്ട് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. സ്വത്രം. ദീർഘശ്വാസം വിട്ടെടുത്ത് പറഞ്ഞു കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. കേട്ട സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഈ പുള്ളി എനിക്കൊന്നും തരാനില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാനില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും. പുള്ളി പറയുക എനിക്ക് ഉറക്കം വന്നില്ല, പേരും സ്ഥലവും വെളിപ്പെട്ടു, നമ്പർ വെളിപ്പെടുത്തിയില്ല. ഞാൻ ആകെ പറഞ്ഞു. കുണ്ട്രായി ഒരച്ചാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തരാൻ നമ്പർ എനിക്കറിയാവുന്ന ആളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പം 10,000 രൂപയ്ക്ക് വേണ്ടി എൻ്റെ ദാസൻ ഏനാത്ത് വിഷമിക്കുന്നു എന്ന് ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു.
ദൈവങ്ങളെ ഞാൻ തമാശയോ അത് ചുമ്മാ സന്തോഷിപ്പിക്കാമെന്ന് പറയുന്നതല്ലേ. ഇതൊക്കെ എടുത്ത് നേരെ പിടിച്ചോണ്ടെന്ന് പറയാൻ ചിലർക്ക് വിശ്വാസം വരാം. എനിക്കിത് പിടിച്ചില്ലെങ്കിലും വിശ്വാസമാണ്, നിങ്ങൾക്കും കൂടെ വിശ്വാസം വരാം. എന്തുവായാലും ന്യായവിധി ഉണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. സ്തോത്രം ചെയ്തു. പക്ഷേ അപ്പോൾ ഈ 10,000 തന്നിട്ട് പറഞ്ഞ് എന്നെ ഉറക്കിയില്ലെന്ന്. എനിക്ക് 10,000 കിട്ടിയതല്ല പിന്നത്തെ പ്രശ്നം. എൻ്റെ പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ അഖിലാണ്ടത്തിനുടയവനായവൻ, എന്നേക്കാൾ എത്ര കണ്ണുനീരൊഴുക്കുന്നവർ, എത്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഏതെല്ലാം രീതി ദൈവത്തിന് അത് നന്നായി പ്രയോജനപ്പെടുന്നവർ എവിടെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അപ്പോഴും ഞാൻ ഏതാണ്ട് സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്ത് വസിക്കുന്ന പോലെ എല്ലാം അയോഗ്യമായി പോകുക. എന്നിട്ടും എൻ്റെ പ്രാർത്ഥന ആമേൻ അറിഞ്ഞ ഒരു ദൈവം, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നന്മ ഞാൻ ഓർക്കുന്നു, എന്നെ ഒന്നും കൂടെ ധൈര്യപ്പെടുത്താനായിരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞത് ആമേൻ, ഇതിനകത്ത് സാമ്പത്തിക വിഷയങ്ങളിലെങ്ങാനും ആരെങ്കിലും തകരുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഞാൻ എൻ്റെ ആവശ്യം 10,000 ഉള്ളായിരുന്നു. പിന്നെ ഓർത്ത് 5 ലക്ഷം കാണാൻ വെക്കേണ്ടിയ 10 ലക്ഷം കാണാൻ വെക്കേണ്ടിയായിരുന്നു. പക്ഷേ 10 ആയിരുന്നു. അങ്ങനെ വെച്ചാലും തരത്തില്ല, അത് കൂടുതലും പുള്ളി വെച്ചില്ല. സ്വത്രം ആമേൻ, കറക്റ്റ് അത് തന്നെ ദൈവം തന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ആ ഭാഗം വിട്ട് ഇങ്ങോട്ട് മടങ്ങി വരുന്നു. അതെ, ഈ വിളിച്ച ദൈവം വിശ്വസ്തനായ എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? വിളിച്ച ദൈവം വിശ്വസ്തന. വിളിച്ചിട്ട് വഴിയിലിട്ടിട്ട് പോകുന്നില്ല. അബ്രഹാമിനെ വിളിച്ച ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാലിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. എന്തൊക്കെ വിടണമെന്നൊക്കെ ഒന്നാം ബാക്കി മുതലായിട്ട് 12 നമുക്കറിയാം, ഉൽപ്പത്തി. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ ഏകദേശം 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, കാണിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കാണിക്കാനിരിക്കുന്നതും മറ്റൊന്ന് കാണിക്കുന്നതും. സ്തോത്രം. ഞാൻ പറയാം, അങ്ങ് ബാക്കിലിരിക്കുന്ന ആരെ ആകട്ടെ ഒരാളെ നമ്മൾ നന്നായിട്ട് കണ്ണങ്ങ് കെട്ടുക. കണ്ണ് കെട്ടി തോർത്തോ കെട്ടി ഒട്ടും കാണാത്ത രീതിയിൽ ഒന്ന് കറക്കി, പണ്ടങ്ങനെ കളിയൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് കറക്കിയിട്ട് നേരെ ഇവിടെ പണ്ട് കണ്ണ് കെട്ടി കലവടച്ചിട്ടുണ്ട്, അതിപ്പോൾ നമ്മൾ എടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ, അതുപോലെ ഇവിടോട്ടൊരു സാധനം വെച്ചിട്ട് വന്ന് എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ വരുന്ന ഒന്ന് കാണേണ്ടതായിരിക്കും. ഇവിടുത്തെ മിടുക്കിമാർ ആർക്കെങ്കിലും അന്തരം അറിയാം, കസരയൊക്കെ ഒന്ന് സ്ഥലത്തേക്ക് വിട്ടാൽ മതി, വല്ലാതൊക്കെ സ്വത്രം തട്ടിയടിച്ച് ഒച്ചയുണ്ടാകും. പക്ഷെ ഇതിന് ഞാൻ ചിന്തിച്ചു, കാണിപ്പാനിരിക്കുന്ന ദേശം, അടുത്തത് ആമേൻ കാണിക്കുന്ന ദേശം. അപ്പൊ ഈ കാണിക്കണമെങ്കിൽ ആള് നമ്മുടെ കൂടെ എന്ത് ചെയ്യണം? വേണം, ആള് നമ്മുടെ കൂടെ വേണം. അപ്പൊ ഈ കണ്ണ് കെട്ടി പുറകെ നിർത്തിയിട്ട് മുൻപേ ഒരാൾ നടന്നിട്ട് പറയാം, വാടി മോളെ പുറകോട്ട് പോവുക. നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ ആയാലും ആകട്ടെ, ഒരു ശബ്ദം ചെറുതായിട്ട് പുറപ്പെടുവിച്ച് ഇങ്ങോട്ട് പോരാങ്കിൽ ഈ വ്യക്തി നമ്മുടെ കൂടെ ഇഞ്ഞ് വരും. ഇത് തന്നെ ഇതിന്റെ മറുവശം. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് അവൻ വഴിയിലിട്ടിട്ട് പോയതല്ല, അവന്റെ മുൻപേ ദൈവം നടന്നുകൊണ്ടിരുന്നു. അവനെ കാണിക്കുന്ന ദേശത്തെ കാണിച്ചിട്ട് പറഞ്ഞ വാക്കുകൊണ്ട് തലമുട്ടി, അവൻ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നോക്കിക്കോ, ഈ കാണുന്നത് നിനക്ക് മാത്രമല്ല നിന്റെ സന്താനിക്കും ഞാൻ ശാശ്വതാവകാശമായി തരും. കേട്ടോ? സ്തോത്രം. ആമേൻ. ഈ വായിച്ച വചനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതെന്താ നീതി പുലർത്താതെ പോയെന്ന് പറയുന്നത്? അതെ, നമ്മളൊക്കെ മണിക്കൂർ പ്രശ്നം നമുക്കറിയാമല്ല, ഞങ്ങൾ അങ്ങനെ പോലെ എന്നിട്ട് അല്പസമയ സമാരാധനയില്ല. അതുകൊണ്ട് ആമേൻ, അബ്രഹാമിനെ വിളിച്ചിറക്കിയതുപോലെ വിളിച്ചിറക്കിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കാണിപ്പാൻ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മുൻപേ നടക്കും. ആമേൻ, മുൻപേ നടക്കും. അത് നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിന്നു ആമേൻ, ദൈവം അത് ചെയ്യും. ഞാൻ ഈ വായിച്ചത്തിന് വെളുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വെളിപ്പാട് എൻ്റെ ഉള്ളിൽ അത് തന്ന് ഞാനതിൽ പ്രസംഗം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇനിയും ചിലയിടത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്, 23 ദിവസം അവിടത്തേക്ക് ക്രമപ്പെടുത്തുക. അപ്പോൾ അതായി എടുത്തത്. അപ്പോൾ അത് അങ്ങ് ദൈവം മാറ്റി വേറെ റൂട്ടിലോട്ട് പോയിട്ട് അനുഭവത്തിൽ കൂടെ പോയി. അതുകൊണ്ട് ഈ അതിൻ്റെ ടൈമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ തിരുവഴുത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ, സന്തോഷത്തോടെ ദൈവത്തിൽ